ഹായ് ഓൾ, ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് PP2ൻ്റെ എയിമും സ്കോപ്പും. ലാസ്റ്റ് ടോപ്പിക്കൽ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് PP1ൻ്റെ എയിമും സ്കോപ്പും ആയിരുന്നു. PP1 എന്ന് പറയുന്നത് പോസിറ്റീവ് മാത്രം നോക്കി ചെയ്തൊരു ഇതായിരുന്നു, വേവ് ആയിരുന്നു. സെലിഗ്മാനാണ് അത് കൊണ്ടുവന്നത്. പോസിറ്റീവ് സൈക്കോളജി 2 അല്ലെങ്കിൽ PP2 കൊണ്ടുവന്നത് പോൾട്ടി വോങ് ആണ്. പോൾട്ടി വോങ് എന്ന് പറയുന്നത് മീനിങ് സെൻറ്റേഡ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് MCCI മീനിങ് സെൻറ്റേഡ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ നമ്മുടെ സെലിഗ്മാൻ PPCയുടെ പ്രസിഡൻ്റായിരുന്നു. PPC എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി സെൻറ്റർ, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു സെലിഗ്മാൻ. അപ്പോൾ വോങ്ങിൻ്റെ ഈ ഒരു വിഷൻ അറിയപ്പെടുന്നത് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി 2.0 ഓഫ് ഫ്ലറിഷിംഗ് ത്രൂ സഫറിങ്. ഇതാണ് EPP, എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി ഓഫ് ഫ്ലറിഷിംഗ് ത്രൂ സഫറിങ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് അതായത് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ജന്മം കൊണ്ട് എന്താണ് അർത്ഥം, എന്താണ് എൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ മീനിങ് എന്താണ്. ചിലപ്പോൾ ഒരു 40s 50s ഒക്കെ എത്തുമ്പോഴത്തേനും, ഇപ്പോഴത്തെ കാലത്ത് അതിന് മുമ്പേ ആൾക്കാർ സ്വയം ചോദിച്ചു പോകുന്ന കുറേ ക്വസ്റ്റ്യൻസാണ്. അപ്പം അതാണ് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി. അപ്പോൾ അതാണ് ഈ വോങ്ങിൻ്റെ PP2 എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ലോഗോതെറാപ്പി കൊണ്ടുവന്ന വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വഴിയാണ്. അപ്പോൾ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ബുക്കുണ്ടായിരുന്നു, മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്നത്. അതായത് മീനിങ് ഇല്ലാത്തവൻ ആൾക്കാർ രണ്ട് കാര്യങ്ങളിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കും. ഒന്നെന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക്, അതായത് കാറ് വാങ്ങിക്കുക, വലിയ വീട്, ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഒരു സാധനം, ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കുക, വാങ്ങിച്ചാൽ അത് കഴിയുമ്പോഴത്തേനും ആ സന്തോഷം പോകും. അപ്പോൾ അടുത്ത് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കുക. അതായത് ലൈഫിന് മീനിങ് ഇല്ലാത്തപ്പോൾ ആൾക്കാർ മെറ്റീരിയൽ വേൾഡിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആകും. അതാണ് പുള്ളിയുടെ മാൻ സെർച്ച് ഫോർ മീനിങ്ങിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത്, ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ഒന്നും അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഭയങ്കരമായിട്ട് ഒബ്സഷൻ ഉള്ളവരായിട്ടും, ബോർഡം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, എപ്പോഴും ദേഷ്യം, എല്ലാവരോടും വെറുപ്പ്, അങ്ങനെ നെഗറ്റീവിൻ്റെ അങ്ങനത്തെ ഒരു വഴിയിലൂടെ പോകാൻ പറ്റുക. മീനിങ് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ ഈ രണ്ട് രീതിയിലാണ് പോകുന്നതെന്നാണ് ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് വഴിയായിട്ടാണ് ഈ വോങ് ഈ PP2 കൊണ്ടുവന്നത്. പിന്നെ വോങ് പറയുന്നതെന്ന് വെച്ചാൽ, വോങ് സഫറിങ്ങിനും മീനിങ്ങിനുമാണ് ഫോക്കസ് കൊടുത്തത്. സെലിഗ്മാന് ഹാപ്പിനെസ്സിന് മാത്രം, പോസിറ്റിവിറ്റിക്ക് മാത്രം. അപ്പം according to Wong, existential positive psychology or positive existential psychology represents a natural amalgamation between PP and existential psychology. അതായത് അമാൽഗമേഷൻ എന്ന് വെച്ചാൽ ഒരു യോജിപ്പ്, സംയോജനം ബിറ്റ്വീൻ PP ആൻഡ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി. PP എന്ന് വെച്ചാൽ പോസിറ്റീവ് സൈക്കോളജി, എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കുറേ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, വൈ ഇത് എക്സിസ്റ്റൻസിനെ പറ്റി, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി അവനവന് തന്നെ തോന്നുന്ന കുറേ ക്വസ്റ്റ്യൻസ്, അത് പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം. അപ്പം വോങ് ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് പോസിറ്റീവ് സൈക്കോളജിയും എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പുള്ളി EPP ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. EPP എന്ന് വെച്ചാൽ എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി. അപ്പം ഈ EPPക്ക് കുറച്ച് ബേസിക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വായിക്കാം. അതൊരു 7 എണ്ണം ഉണ്ട്. ഹു ആം ഐ, ഞാൻ ആരാണ്. വാട്ട് ഡിഫൈൻസ് മീ, അത് ഒന്നാമത്തേൽ തന്നെയാണ്. അതായത് ഹു ആം ഐ, ഞാൻ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ ഹൗ ക്യാൻ ഐ ബി ഹാപ്പി, അതിൻ്റെ അർത്ഥം അറിയാലോ. വൈ ആം ഐ സോ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്, എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും അസംതൃപ്തി. വാട്ട് ഈസ് ദ ഗുഡ് ലൈഫ്, എന്താണ് ഗുഡ് ലൈഫ്. ഈ ഗുഡ് ലൈഫ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് കേട്ടോ, പേഴ്സൺ ടു പേഴ്സൺ അത് വേറെ ആയിരിക്കും. എനിക്കിപ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നതായിരിക്കും എനിക്ക് സന്തോഷം തരുന്നത്,
അല്ലെങ്കിൽ സിമ്പിൾ ലൈഫായിരിക്കും എനിക്ക് സന്തോഷം തരുന്നത്. പക്ഷേ വേറൊരാൾ ഭയങ്കര ലാവിഷായിട്ട് ഭയങ്കര എപ്പോഴും പാർട്ടീസ് അങ്ങനെ ആയിരിക്കും ചിലർക്ക് സന്തോഷം. അല്ലെങ്കിൽ അവർ നല്ലത്, അതായത് ഗുഡ് ലൈഫ് എന്നുള്ള മീനിങ് ഇൻഡിവിജ്വൽ ബൈ ഇൻഡിവിജ്വൽ അത് മാറിക്കൊണ്ടേയിരിക്കും. ഈസ് ദിസ് ഓൾ ദാറ്റ് ഈസ് ടു ലൈഫ്, ഇതെല്ലാം ജീവിതത്തിന് വേണ്ടതാണ്. വാട്ട് ഷുഡ് ഐ ഡു വിത്ത് മൈ ലൈഫ്, വാട്ട് ഈസ് മൈ കോളിങ്, അത് കുറച്ച് സ്പിരിച്വലി അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഹൗ ഡു ഐ മേക്ക് ദ റൈറ്റ് ചോയ്സസ്, എങ്ങനെയാണ് റൈറ്റ് ചോയ്സസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഹൗ ഡു ഐ നോ ദാറ്റ് ഐ എം മേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ റിഗാർഡിങ് കരിയർ ആൻഡ് റിലേഷൻഷിപ്സ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു ജീവിതത്തിൽ നമുക്ക് സ്വയം പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. വേർ ഡു ഐ ബിലോങ്, വൈ ഡു ഐ ഫീൽ സോ എലോൺ ഇൻ ദിസ് വേൾഡ്, ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ക്വസ്റ്റ്യൻസാണ്. ഹൗ ക്യാൻ ഐ ഡെവലപ്പ് എ ഡീപ്പ് മീനിങ്ഫുൾ റിലേഷൻഷിപ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനത്തെ ഒരു റിലേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജിയിൽ ബേസിക് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പോയിൻ്റ് ഓഫ് സ്ട്രൈവിങ് വെൻ ലൈഫ് ഈസ് സോ ഷോർട്ട്. ലൈഫ് ഭയങ്കര ഷോർട്ടല്ലേ, പിന്നെ ഇതിനാണ് ഈ പട പൊരുതുന്നതെന്നൊക്കെ ചോദിക്കത്തില്ലേ. എന്തിനാണ് ഈ ചെറിയ ജീവിതത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പറയാറില്ലേ, പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കൂ, ഓരോ മൊമെൻറ്റും സന്തോഷമായിട്ടിരിക്കൂ. അപ്പോൾ ഈ 7 ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുക. അതായത് EPPയിലെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ്. ഒന്ന് വായിച്ച് നോക്കിക്കോട്ടോ. പിന്നെ അടുത്തപോലെ 8 സോഴ്സസ് ഓഫ് എ മീനിങ്ഫുൾ ലൈഫ്. അതായത് മീനിങ് ആണല്ലോ ഈ PP2ൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് മീനിങ്ഫുൾ ലൈഫാണ്. അപ്പം മീനിങ്ഫുള്ളായിട്ടുള്ള ലൈഫ് ഉണ്ടാകാനുള്ള 8 സോഴ്സസ് ഏതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ, അതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഒന്നാമത്തെ ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്, സന്തോഷവും പിന്നെ ഫുൾഫിൽമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു പൂർത്തീകരണം എന്നൊക്കെ പറയത്തില്ലേ. അതായത് മനസ്സ് നിറഞ്ഞു, അതും ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് കേട്ടോ ഇതൊക്കെ. അച്ചീവിങ് സംതിങ് വർത്ത് വൈൽ, എന്തെങ്കിലും വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു കരിയറിൽ ഏറ്റവും നല്ലതായിട്ടിരിക്കുന്നതായിരിക്കും അയാളെ സംബന്ധിച്ച് വർക്ക്, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫേമസ് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലരെ സഹായിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം അത് രണ്ടാമത്തെ സോഴ്സാണ്. മൂന്നാമത്തെ ഇൻറ്റിമസി, റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മാരേജോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ. അതിപ്പം പലതരത്തിലുള്ള ഇൻറ്റിമസി ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഉണ്ട്, ഫാമിലി അങ്ങനെയൊക്കെ. നാലാമത്തെ ഗുഡ് റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ, അതായത് സൊസൈറ്റിയിൽ എങ്ങനെ ആയിരിക്കണം. സെൽഫ് അക്സെപ്റ്റൻസ്, സ്വയം നമ്മൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സെൽഫ് ട്രാൻസ്ഫിഡൻസ് ഓർ ആൾട്രൂയിസം, അതെന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, പരോപകാരം, മറ്റൊരാളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുമ്പം രക്തബന്ധത്തിലുള്ള ആൾക്കാരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യനായിട്ട് പിറന്ന എവരെയും നമുക്ക് സഹോദരന്മാരായിട്ട് കാണാം. അവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്. പറയാറില്ലേ, മനുഷ്യൻ ജീവിയെ പോലെ പെരുമാറണം, അല്ലെങ്കിൽ മൃഗത്തോട് പെരുമാറുന്ന പോലെ ഒരു മനുഷ്യൻ്റെ അടുത്തും പെരുമാറാൻ പാടില്ല. എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പരസ്പരം. റിലീജിയൻ, അതായത് മതം ഒരു വലിയ സോഴ്സ് തന്നെയാണ്. കാരണം ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് ഒരു മതവിശ്വാസത്തിൽ അടിച്ച് ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് പലപ്പോഴും മതം ഒരു കാരണമാകാറുണ്ട് പല വഴക്കിന്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബേസിക് എല്ലാ മതങ്ങളും പറയുന്നത് ഒരേ കാര്യമാണെന്നുള്ള ആ രീതിയിലൊക്കെ പോയാൽ നമുക്ക് ശരിക്കും ബാക്കിയുള്ളവർക്ക് വഴക്കിടാനോ അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. എല്ലാം ഒന്നാണെന്നുള്ള ആ രീതിയിൽ പോയാൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ലൈഫ് കിട്ടും. ഫെയർനെസ് ഓർ ജസ്റ്റിസ്, അതായത് ജസ്റ്റിസ് നിയമവശം, അതും നമുക്ക് ഇന്ത്യയിൽ ഒന്നും പറയാൻ പറ്റില്ല, പലർക്കും പല നിയമങ്ങളായതുകൊണ്ട്. എന്തായാലും ഈ 8 സോഴ്സസ് ആണ് നമ്മുടെ മീനിങ്ഫുൾ ലൈഫിന് വേണ്ടത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ അത് നമ്മളുടെ ഗുഡ് ലൈഫിനെ ബാധിക്കും. പിന്നെ വേറെ കാര്യം, ഇതിലെന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മളുടെ ബാക്കിയുള്ള ലൈഫ്. അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ അവസാനം സൂയിസൈഡ് ചെയ്യാനും മതി. ഈ 8 സോഴ്സസാണ് നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ കടന്നു പോകുന്ന ഈ 8 സോഴ്സസിൽ ഏതെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് നമ്മളുടെ ഗുഡ് ലൈഫിനെ ബാധിക്കും. അപ്പോൾ ഇതാണ് വോങ്ങിൻ്റെ PP2 പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പാരിസൺ ബിറ്റ്വീൻ ഈ ടു വിഷൻസ്, അതായത് PP1 PP2 തമ്മിലുള്ളത്. അപ്പോൾ ഇവരുടെ തന്നെ പ്രൈമറി എയിം എന്ന് വെച്ചാൽ പോസിറ്റീവ് സൈക്കോളജി
ഇതിൻ്റെ PP1 ആയാലും PP2 ആയാലും അതിൻ്റെ പ്രൈമറി എയിം എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഗുഡ് ലൈഫ് ഓർ വർത്തി ലൈഫ് ആൻഡ് ദ കണ്ടീഷൻസ് വിച്ച് ഫെസിലിറ്റേറ്റ് സച്ച് എ ലിവിങ്. ഒരു ഗുഡ് ലൈഫിൻ്റെ നേച്ചർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ കൊണ്ടാണ് ഗുഡ് ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബേസിക് വിഷൻ തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല. ബേസിക് വിഷൻ ഇത്രയേ ഉള്ളൂ, പ്രൊമോട്ടിങ് ഗുഡ് ലൈഫ് ആൻഡ് ഫ്ലറിഷിങ്. പക്ഷേ വ്യത്യാസം ഇതിലാണ് വരുന്നത്. ഫിലോസഫിക്കൽ വ്യത്യാസമാണ്, മെത്തഡോളജിക്കൽ വ്യത്യാസമാണ്, പിന്നെ അത് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, ഇതിലൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ 13 കാര്യങ്ങളാണ് ഇവിടെ വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പഠിക്കുക. അപ്പോൾ ഒരു ചെറിയ സ്റ്റോറി പോലെ ഞാനിത് പറഞ്ഞുതരാം. അപ്പം PP1 PP2, അതായത് സെലി എന്നുള്ള ഒരാളും വോങ് എന്നുള്ള 2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം സെലി എപ്പോഴും എന്താണ് ചെയ്യുന്നത്, പൂക്കളെ മാത്രമേ ഉള്ളൂ ഇഷ്ടം, അതായത് പോസിറ്റിവിറ്റി മാത്രം. നിങ്ങളൊരു ഗാർഡൻ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. സെലിക്ക് എപ്പോഴും പൂക്കളാണ് ഇഷ്ടം, അതായത് പോസിറ്റിവിറ്റി. പക്ഷേ വോയ്ക്ക് എന്താണ്, വോ നമുക്ക് വിളിക്കാം, ഓക്കെ. വോയ്ക്ക് എന്താണ് ഇഷ്ടം, വോ പൂക്കളും നോക്കും, റോസാ ചെടിയിലെ മുള്ളും നോക്കും, അതായത് സഫറിങ്ങും നോക്കും, പോസിറ്റിവിറ്റിയും നോക്കും, രണ്ടിനും ഫോക്കസ് ചെയ്യും. ഇതേപോലെ തന്നെ സെലി എപ്പോഴും ഈ നെഗറ്റീവ് എല്ലാം പറയുന്നതൊക്കെ ഇഷ്ടമല്ല പുള്ളിക്ക്. അതായത് ഡെത്തിനെ പറ്റിയോ അല്ലെങ്കിൽ മഴ, റെയിൻ സ്റ്റോം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷേ വോ അങ്ങനെയല്ല, വോയ്ക്കറിയാം മഴയും വേണം, ഡെത്ത് എന്നുള്ളത് നമ്മളുടെ ലൈഫിലുള്ള ഒരു ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ സഫറിങ്ങും നെഗറ്റിവിറ്റിയും ഒക്കെ നമ്മൾ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യണം, അവോയ്ഡ് ചെയ്യൂല. പക്ഷേ സെലി എപ്പോഴും അവോയ്ഡ് ചെയ്യും. അതാണ് 2ാമത്തെ പോയിൻറ്റ്. 3ാമത്തേന്ന് പറയുന്നത് സെലി എപ്പോഴും എന്താണ് വിചാരിക്കുന്നത്, ഹാപ്പി ഫീലിങ്സ് ആണ്. എപ്പോഴും സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ മാത്രമേ വേണ്ടുള്ളൂ. പക്ഷേ വോയ്ക്ക് എങ്ങനെയാണ്, വോ റെസ്പോൺസിബിൾ ആക്ഷനാണ് എടുക്കുന്നത്. എപ്പോഴും എന്ത് ആക്ഷൻ ചെയ്താലാണ് ലൈഫ് സ്മൂത്ത് ആവുക. മറ്റ് സെലി എന്താണ്, എവിടെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അത് തേടിക്കൊണ്ടിരിക്കും. പക്ഷേ വോ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് ആണെങ്കിലും അവിടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ ഒരു ആക്ഷൻ, റെസ്പോൺസിബിളായിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അപ്പം സെലി എന്ത് ചെയ്യും, സെലി ആണെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് അങ്ങ് അവോയ്ഡ് ചെയ്യും, അതിനെപ്പറ്റി ആലോചിക്കത്തോലുമില്ല. പക്ഷേ ഓ എന്താ ചെയ്യുന്നത്, പരീക്ഷയിൽ ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞു, ഞാൻ ഇനിയും പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം എനിക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് എവിടെ ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞു, അത് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് റെസ്പോൺസിബിൾ ആക്ഷനും എടുക്കും, ആ നെഗറ്റീവ് സിറ്റുവേഷനകത്തുനിന്ന് പോസിറ്റീവായിട്ട്, അതായത് ആ ഒരു തെറ്റ് പറ്റിയോണ്ടല്ലേ മനസ്സിലായത്, എനിക്ക് ആ ഒരു ലെസൺ നന്നായിട്ട് മനസ്സിലായില്ല, ഞാനത് നന്നായിട്ട് പഠിച്ചില്ല, ആ കാര്യം മനസ്സിലായത്. സെലിയുടെ ഗോൾ എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. പക്ഷേ വോയുടെ ഗോൾ എന്താണ്, മീനിങ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ബിയോണ്ട് സെൽഫ് എന്ന് പറയും, കുറച്ച് സ്പിരിച്വലായിട്ട്. അതായത് ലൈഫിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ആ ഒരു മീനിങ് എന്താണ്, ഈ ലൈഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് വോയുടെ. പിന്നെ സെലി എന്താണ് ചിന്തിക്കുന്നത്, ഹാപ്പിനെസ്സിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വോ എന്താ പറയുന്നത്, നമ്മളെപ്പോഴും ലൈഫിൻ്റെ ഡാർക്ക് സൈഡ് കൂടെ നോക്കണം. എന്നാലേ ഡാർക്ക് സൈഡ് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത്, ആ ഡാർക്ക് സൈഡിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള ഒരാൾ മരിച്ചു പോയി, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിപ്പോയി, അപ്പോൾ നമുക്ക് അതിൽ നിന്നും അവിടെ തളർന്നു പോകാതെ, ആ ഒരു സിറ്റുവേഷനിൽ തളർന്നു പോകാതെ അതിൽ നിന്ന് നമുക്ക് ഫേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബ്രേക്കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് പുറത്ത് വന്നിട്ട് പിന്നെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അതാണ് വോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്ലറിഷിങ് എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ സെലി ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെയുള്ള ഇപ്പം ഗാർഡനിലുള്ള അല്ലെങ്കിൽ തോട്ടത്തിലുള്ള കളകളെയൊക്കെ അവോയ്ഡ് ചെയ്ത് കളയും. പക്ഷേ വോ എന്താണ് ചെയ്യുന്നത്, കളകൾ പറിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ആ മണ്ണിൽ കൃഷി ചെയ്യും. അതായത് വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വിഷമം കൂടെ വേണം എന്നാണ് പുള്ളി പറയുന്നത്. ആ വിഷമം കാണുമ്പോഴേ നമുക്ക് ഒന്നും കൂടെ ജീവിക്കാൻ തോന്നത്തുള്ളൂ. അത് നമുക്കിപ്പോൾ നോക്കിയാലും അറിയാം, ചില ആൾക്കാർക്ക് അവർ സന്തോഷത്തിൻ്റെ പുറകേ പോകത്തുള്ളൂ, മനസ്സിലായോ? പക്ഷേ അത് ചിലപ്പോൾ അത് ബാക്ക് ഫെയർ ചെയ്യും. സന്തോഷത്തിൻ്റെ പുറകെ പോയി എപ്പോഴെങ്കിലും അവർക്ക് തിരിച്ചടി കിട്ടുമ്പോൾ ഒരു പക്ഷേ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈഫിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ആണെങ്കിൽ നമുക്ക് ഡൗൺ വന്നാൽ നമുക്ക് ഫേസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ചാലഞ്ച് ഉണ്ടാകും. ഇതിനെല്ലാം നമ്മുടെ എൻവയോൺമെൻറ്റും കൂടെ ഒരു
നെസസറിയാണ്. ഓക്കെ. പിന്നെ സെലിയാണെങ്കിൽ എപ്പോഴും ഒരു അതായത് ഫുള്ള് കാണത്തില്ല. ഏതെങ്കിലും ഒരു ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ട്രങ്കേറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെൽബീയിങ് ആണ് ഒരു വേർഡ് നോക്കുമായിരുന്നു. ട്രങ്കേറ്റഡ്, അതായത് പൊട്ടിയുള്ള പീസസേ കാണത്തുള്ളൂ ലൈഫിൻ്റെ. അതായത് ഹാപ്പിനെസ് മാത്രം. ഇപ്പം എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് മാത്രം നോക്കി പോകുമ്പോൾ എൻ്റെ ലൈഫ് ഫുള്ളല്ല അവിടെ. എൻ്റെ ലൈഫ് ഫുള്ളാവണമെങ്കിൽ എൻ്റെ സഫറിങ് കൂടെ ഞാൻ നോക്കണം. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ട്രങ്കേറ്റഡ് വെൽബീയിങ് ആണ് ശരി നോക്കുന്നത്. നോക്കുന്നത് ഹോൾ പിക്ചറാണ്, ഹോൾ പിക്ചർ ഓഫ് എ പേഴ്സൺ. പിന്നെ അതേപോലെ സെലിയാണെങ്കിൽ എപ്പോഴും സെപ്പറേറ്റ് പീസസാണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് ബിഹേവിയർ, തോട്ട്സ്, ഫീലിങ്സ് പക്ഷെ കംപ്ലീറ്റ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റൂട്ട്സ് നമ്മൾ നോക്കിയാൽ സെലി, അതായത് PP1 എക്സിസ്റ്റൻഷ്യലോ അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ മനുഷ്യരിലും അവർക്ക് വളരാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. അതിനൊന്നും ബേസ് ചെയ്തിട്ടൊന്നുമല്ല ഈ സെലി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ എന്താണ് ബേസ്ഡ് ഓൺ ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ തിങ്കിങ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഡൈക്കോട്ടോണമസ് ആൻഡ് ബൈനറി ആണ് സെലിയുടെ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നെഗറ്റീവേയും പോസിറ്റീവിനെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതായത് ബൈനറി എന്ന് വെച്ചാൽ നമ്മൾ 0, 1 എന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെ. പക്ഷേ എന്താണ് ചെയ്യുന്നത്? രണ്ടും ഇൻറ്ററാക്റ്റീവാണ്. അത് വൺ ഡിപ്പെൻഡ്സ് ഓൺ ദ അതർ, അതാണ് പറയുന്നത്. പിന്നെ സെലി എപ്പോഴും നോക്കുന്നത് പോസിറ്റിവിസ്റ്റ് മൈക്രോസ്കോപ്പിൽ കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ചെയ്യുന്നത്? ഹ്യൂമൻ സയൻസ് ടെലിസ്കോപ്പ് എന്ന് പറയാം. ഹ്യൂമൻ സയൻസ് ടെലിസ്കോപ്പ് എന്താ കുറച്ചും കൂടെ വലുതായിട്ട് എല്ലാം കുറേ ദൂരത്തുള്ള, അത്രയും ദൂരെയുള്ള ആകാശത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ വളരെ ചെറിയ, നമ്മുടെ അടുത്ത്. മൈക്രോസ്കോപ്പ് എന്താണ് ഉപയോഗിക്കുന്നത്? അമീബ അങ്ങനെയുള്ള ബാക്ടീരിയ, വൈറസ് അതൊക്കെ നോക്കാനുണ്ട്. പക്ഷേ ടെലിസ്കോപ്പ് എന്താ അത്രയും ദൂരെ. അതായത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ. നമ്മൾ സഫറിങ്സും ഹാപ്പിനെസ്സും ഒരേപോലെ കൊണ്ടുപോയാൽ നമ്മുടെ ലൈഫ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ, നമ്മുടെ നെക്സ്റ്റ് ആക്ഷനിലേക്ക് നമുക്ക് നല്ലവണ്ണം നമ്മുടെ ലൈഫിനെ കൊണ്ടുപോയി മീനിങ് ഫുള്ളായിട്ടൊരു ലൈഫിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ എവിഡൻസ് എന്ന് പറയുന്നത് ലാബ് എക്സ്പെരിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ സെലി, അതായത് PP1. പക്ഷേ റിയൽ ലൈഫും ലാബ് എക്സ്പെരിമെൻറ്റും ഉണ്ട് PP2. അതുപോലെ സെലി PP1 സ്റ്റഡി ചെയ്ത് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിലാണ്. പക്ഷേ സ്റ്റഡി ചെയ്ത് ഇൻഡിവിജ്വലിസ്റ്റിക്കും ഉണ്ട്, കളക്റ്റീവും ഉണ്ട്. ഒരു ഗ്രൂപ്പിലും സ്റ്റഡി ചെയ്തു. അതിനിപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞത് സെലി ആണെങ്കിൽ എപ്പോഴും സിറ്റിയിൽ മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ എന്താണ് വില്ലേജിലും കൂടെ പോയി നോക്കി, അവിടുത്തെ കാര്യങ്ങളും അറിഞ്ഞു. അപ്പം ഇത്രയുമാണ് 13 കാര്യങ്ങളാണ് PP1 PP2 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിച്ചാൽ നന്നായിരിക്കും. താങ്ക് യു. മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ ക്ലാസ് മോശമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.